ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഹീറോ ബൈക്കുകളുടെ ഈ ഡിജിറ്റൽ മീറ്റർ ഫെയ്ഡായി പോകാറുണ്ട്. അധികം എല്ലാം തെളിച്ചുമില്ല, ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ ശരിയാക്കാമെന്നാണ് ഇന്നത്തെ. അപ്പം നമുക്ക് വേണ്ടത് പോളറൈസർ ഫിലിം, സ്പാനർ, പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ, പിന്നെ എന്തെങ്കിലും ഒരു ക്ലീൻ ചെയ്യാനുള്ള ഒരു തുണി, പിന്നെ 4 സ്ക്രൂ ഉണ്ട് ആ ഹെഡ്ലൈറ്റിൻ്റെ പുറകിലായിട്ട്. അത് ഊരി കഴിയുമ്പോൾ 10ൻ്റെ 3 ബോൾട്ട് അഴിക്കണം. അതഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ബോക്സ് ഊരിയെടുക്കാം. ബോക്സ് ഊരുമ്പോൾ അവിടെ ഒരു കേബിളുണ്ട്, അതിൻ്റെ ലോക്ക് ഊരിയിട്ട് വേണം ഊരിയെടുക്കാൻ. പിന്നെ പുറകിൽ കാണുന്ന എല്ലാ സ്ക്രൂവും നമ്മൾ അഴിക്കണം. സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ബോർഡ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബോർഡ് നമ്മളപ്പോൾ എടുത്തിട്ട് അതിൻ്റെ പുറകിൽ ലോക്ക് ഉണ്ട്, മീറ്റർ വരുന്നത്. അതും തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്ക് ഇതേപോലെ ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് കിട്ടും. ആ ഗ്ലാസ് പോർഷൻ നമ്മൾ 2 സൈഡിലും സ്റ്റിക്കർ കാണും, ആ 2 സൈഡിലെ സ്റ്റിക്കർ ഊരിയെടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ആ ഗ്ലാസ് ഇത് വെയിലടിച്ച് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റിക്കർ പോണേ. ഇത് പോളറൈസ് ഫിലിമാണ്, അപ്പോൾ അത് നമ്മൾ മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ടർപ്പനും തുണിയും വെച്ച് നമ്മൾ നന്നായിട്ട് ഉരച്ച് ബ്ലേഡൊക്കെ ഉപയോഗിച്ച് ആ പഴയ പശ കളയണം. ആ പശ നന്നായിട്ടുണ്ടാവും. അപ്പോൾ പശയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പോളറൈസർ ഫിലിം. ഇത് മൊബൈൽ ഷോപ്പിലാണ് മേടിക്കാൻ കിട്ടുക. ഇത് 120 രൂപയാണ്. ഇതേപോലെ കട്ട് ചെയ്ത് 2 പീസ് നമ്മൾ എടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒട്ടിക്കൽ ശരിയായില്ല. ഞാൻ ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇത് വെച്ച് ചെയ്തപ്പോൾ അങ്ങനെ വന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഒരു ബ്ലൂ കളറിലാണ് കാണുന്നത്, പക്ഷെ അത് അങ്ങനെയല്ല. പിന്നെ ഇതിൻ്റെ രണ്ടാമത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ശരിയായത്. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ്. ഇനി നമുക്കത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് വെറുതെ ഒന്ന് ഇട്ടിട്ട് ആ മുകളിലത്തെ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ കേബിൾ കണക്ട് ചെയ്ത് ബൈക്കിൻ്റെ കീ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ല, പ്രസ് ചെയ്യുമ്പോൾ അത് ശരിയാവും. അപ്പോൾ പുറകിൽ ആ ലോക്കൊക്കെ നമ്മളൊന്ന് പ്ലെയർ വെച്ച് ഒന്നും കൂടി ക്രോസ് ആക്കിയിട്ട് പഴയതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഭവം എല്ലാം റെഡി ആയിട്ട് കിട്ടും. പിന്നെ ഇതുമായി കുറച്ച് പൊട്ടലൊക്കെ ഉണ്ടായി, അതുകൊണ്ട് ഞാൻ കുറച്ച് എൻസീലൊക്കെ ഇട്ട് ആ ഒരു കവറ് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പോളറൈസർ ഫിലിം. ഇതാണ് ഞാൻ 2-3 വർഷമൊക്കെ എനിക്ക് അത് ഒട്ടിക്കേണ്ടി വന്നു അത് ശരിയാക്കണമെങ്കിൽ. ഇത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. കണ്ടോ, ഇതൊക്കെ ആ ഒട്ടിച്ച ഫിലിമുകളാണ്. ഇതിനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിന് പശ പോയി. അപ്പോൾ ഇതാണ് പഴയ ഫിലിം. ഇത് കണ്ടോ, വെയിലടിക്കുമ്പോഴാണ് ഇത് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് ഈ ബൈക്കുകളിൽ വരുന്നത്. അപ്പോൾ മാക്സിമം ബൈക്ക് വെയിലത്ത് വയ്ക്കുമ്പോൾ ഒരു തുണിയോ എന്തെങ്കിലും ഇട്ട് അത് മൂടിയിടാണെങ്കിൽ, മീറ്റർ മൂടിയിടാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. കണ്ടോ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടോ ആ ഫ്യൂവലിൻ്റെ ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, ട്രിപ്പും അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന്